ട്രിപ്പിൾ ഓം ശാന്തി. ഇങ്ങനെ എത്തിപ്പെട്ടൊരു സ്ഥലം, കൽപ്പകൽപ്പത്തെ സ്ഥലം തന്നെയാണ് ബ്രഹ്മാവിന്റെ ക്ഷേത്രം. ഇത് ആ കാണുന്നത് വിഷ്ണുവിന്റെ നവാമുകുന്ദ ക്ഷേത്രം. ഒരു ഭാർഗവകണ്ഠം എന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പുതിയൊരു ഭൂമി വന്നപ്പോ അവിടെ വന്ന സമയത്ത് അവിടെ ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനം. അവിടെ കണ്ടത് നവാമുകുന്ദ ക്ഷേത്രം, ഈ കാണുന്നത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം, പിന്നെ ഇതോ ഉള്ളത് ഒരു ശങ്കർ ക്ഷേത്രം, ഒരു തിരുനാവായ ശിവക്ഷേത്രം. ഇത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. പിന്നെ ഇങ്ങനെ വഴി കുറച്ചങ്ങോട്ട് പോയാൽ നേരത്തെ കണ്ട ബ്രഹ്മക്ഷേത്രം. തവനൂര് കടവിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കണം. ഇന്ന് വെള്ളമൊക്കെ വറ്റി, ഏകദേശം ഇതാണ് കണ്ടീഷൻ ജനുവരിയിൽ. മാർച്ചൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ വറ്റേണ്ടതാണ് എന്ന് തിരുമേനീന്റെ അടുത്തുനിന്ന് പറഞ്ഞപ്പോ അറിയാനായത്. ആ ബ്രഹ്മാവിന്റെ ക്ഷേത്രത്തെ ബേഗിൽ കാണുന്ന ആ ക്ഷേത്രത്തിനെ വലം ചുറ്റിയിട്ട് ഈ ഭാരതപ്പുഴ ഒഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐതിഹ്യങ്ങൾ പറയുകയാണെങ്കിൽ തമിഴിലുള്ള ഏതോ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുന്നത്. അത് ഐതിഹ്യം, ചരിത്രം, നമ്മുടെ ജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറയാൻ കുറെ കാര്യങ്ങളുണ്ടാവും. ഇതിപ്പോ അതിവിശാലമായ കലിയുഗല്ലേ, ഇവിടെ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട്. ഈ 5000 വർഷത്തെ ഡ്രാമയിൽ ഇതിനെപ്പറ്റിയും ഒക്കെ പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ തന്നെയാണ്. നന്നായി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. കാരണം ഇത് 2-3 കൂട്ടരെ ബോധ്യപ്പെടുത്തും. ഒന്ന് സാധാരണ നല്ല ഭക്തര്, പിന്നെ ഈ ജ്ഞാനികള്. അതിലിപ്പോ ഈ ഭക്തരെന്ന് പറയുമ്പോ സാധാരണ ഭക്തരുണ്ടാവും, കൊടും ഭക്തരുണ്ടാവും, അങ്ങനെയുള്ളൊരു കൂട്ടരുണ്ടാവും. പിന്നെ ഈ സാധാരണ വ്യക്തികൾ എന്ന് പറയുമ്പോൾ സയൻസ് മാത്രം, അതിൽ നിരീശ്വരവാദികളുണ്ടാവും. സയൻസിനെ മാത്രം നിരീശ്വര ജീവിക്കുന്നവരും വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള 53 കോടിയിലുള്ളവരല്ലേ പറഞ്ഞാല് 53 കോടിയിലുള്ളവരാണ് പ്രധാനമായും ജ്ഞാനികൾ. അതില് ത്രിമൂർത്തികള് ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കർ, അഷ്ടരത്നങ്ങള്, 116,933 കോടി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാന്ന് വിചാരിക്കും. 3 കോടിയാണ്. 1 കോടി, 2 കോടി, 3 കോടി, അങ്ങനെ നിന്ന് 10 കോടി, 20 കോടി, 30 കോടി, പിന്നെ 33 കോടി. 30ഉം 3ഉം കോടി. അപ്പൊ അത്രയും കോടി ആത്മാക്കളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സനാതന ധർമ്മത്തിലുള്ളത്. ചെറിയൊരളവൊന്നല്ല. അതിലെല്ലാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യം ബ്രഹ്മാവിനുമില്ല, വിഷ്ണുവിനുമില്ല, ശങ്കരനുമില്ല. അഷ്ടരത്നങ്ങൾക്കും ഇപ്പൊ എല്ലാ 33 കോടി ആത്മാക്കളെ ബോധ്യപ്പെടുത്തി
ജയിപ്പിക്കേണ്ട കാര്യം അഷ്ടരത്നങ്ങൾക്കും ഇല്ല. 108 ആണെങ്കിലും അതേപോലെ തന്നെ, 16,108 ആണെങ്കിലും അതേപോലെ തന്നെ. ഇപ്പൊ ഒരു 9 ലക്ഷം പേരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ 33 കോടി പേരെ ബോധിപ്പിച്ച് കാര്യങ്ങൾ നടത്തേണ്ട കഥ അവർക്കില്ല. പരമാത്മാവ് എന്ന് പറയുമ്പോ ഒരു ബിന്ദു, ഇത് അങ്ങ് അകലെ ആകാശക്കോട്ടയിൽ പരന്താമത്തിൽ ചുവന്ന് സുവർണ പ്രകാശം നിറഞ്ഞ ആ മനോഹരമായ വീട്ടിനകത്ത് അവിടെ വളരെ സൂക്ഷ്മവും അതിദിവ്യവുമായ ജ്യോതി ബിന്ദു. ആ ബിന്ദു സങ്കല്പം ചെയ്തതാണ് ഡ്രാമ. എനിക്കറിയാൻ പാടില്ല. ആ ഡ്രാമയിൽ ബന്ധിതനാണ് പരമാത്മാവ്, ബ്രഹ്മാവും വിഷ്ണുവും ശങ്കരൻ. പരമാത്മാവ് ബന്ധിതനാണെങ്കിൽ 33 കോടി ആത്മാക്കളുടെ അവസ്ഥ എന്താ? അവരും ബന്ധിതരാണ്. ബാക്കി 700-800 കോടി ആത്മാക്കളുടെ അവസ്ഥ എന്താ? അവരും ബന്ധിതരാണ്. എല്ലാവരും ബന്ധിതരാണ്. അപ്പൊ ഈ അണ്ടകടാഹം എന്ന് പറഞ്ഞത് ചെറിയ സംഭവമൊന്നുമല്ല, വളരെ വിശാലമായ സംഭവമാണ്. പൂക്കളുടെ യുഗമാണ് സത്യയുഗം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതും പൂക്കളാണ്. ഈ പൂക്കള് ഈ പുഴയിൽ, ഭാരതപ്പുഴയുടെ ഏകദേശം നടുവിൽ തന്നെ പറയാം. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴ അപ്പുറത്താ കാണുന്നത്, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നതും ആയുള്ള ദൂരം കണ്ടോ, അതിന്റെ ഏകദേശം ഒരു നടുവിലല്ല ഈ പൂക്കള്. എങ്ങനെ ഇതിവിടെ വന്നു, ഈ വിത്ത് ഏത് രാജ്യത്തുനിന്ന് വന്നു? ഇതിൻ്റെ അകത്തൊരു കായുണ്ട് കേട്ടോ, എന്താ സാധനമാണാവോ? പക്ഷെ നമുക്ക് പരിചിതമല്ലാത്തതിനാൽ ഞാനത് എടുക്കുന്നില്ല. ഒരുപക്ഷെ പരിചിതമായ കായാണോന്നും അറിയില്ല. പിന്നെ പുല്ല്, വിത്തുകളാണ്, എല്ലാം വിത്തുകളാണ്, വളരെ മനോഹരമായ വിത്തുകളാണ്. വിത്തിന് നാശം എന്ന് പറഞ്ഞ ഫോർമേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചിങ് ആണ് വരുന്നത്. നാശം എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഒന്നിനും ഇല്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. 108 അമ്പലം പോയിട്ട് 108 ആദ്യത്തെ ദേവതകളുടെ കാര്യം ഈ 108ാമത്തെ വീഡിയോയിൽ പറയാൻ തന്നെ ചില്ലറ പണിയൊന്നല്ല. ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കരൻ. അതിലിപ്പോ ബ്രഹ്മാവിന്റെ ക്ഷേത്രമാണ് ആവാണ്, ഇതാണ് ശങ്കര ക്ഷേത്രം. ഇതാണ് നമ്മുടെ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. അപ്പൊ വിഷ്ണു ക്ഷേത്രം, നവാമുകുന്ദ ശ്രീ വിഷ്ണു ക്ഷേത്രം. പിന്നെ അക്കരെ ബ്രഹ്മാവിന്റെ ക്ഷേത്രം, അതിനോട് ചേർന്നിട്ട് ശങ്കരൻ പാർവതിയുള്ള ക്ഷേത്രം. ഇപ്പൊ ത്രിമൂർത്തി ക്ഷേത്രമില്ല. അപ്പൊ ത്രിമൂർത്തി സംഗമത്തിലിരുന്നു കൊണ്ട് ഞാൻ പറയട്ടെ, 108 എപ്പിസോഡ്, 108 എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയണ്ടേ? എന്ത് പറയാനാണ്? 108ാമത്തെ എപ്പിസോഡിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? തുടങ്ങി വെച്ചത് 1 അതിപ്പോ മാക്സിമം പോയാൽ 5000 വരെ ചെയ്യും. 5000 വരെ ചെയ്യാൻ എത്ര സമയം വേണം? 1 വർഷം, 2 വർഷം, 5 വർഷം, പോട്ടെ 10 വർഷം, എത്ര വർഷം വേണം? ഇത് നമ്മുടെ കണ്ടീഷൻ പോലെ ഇരിക്കും. പറയാനുള്ളത് പെട്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞു തീർക്കാം. പക്ഷെ ഈ ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ബുദ്ധിയുടെ കൂട്ട് മായ കൂട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. എന്റതും ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശങ്കരന്റെ ഒക്കെ എന്ന് പറയില്ല, എല്ലാവരും ബുദ്ധിയുടെ പൂട്ട് 84 ജന്മത്തെ ചക്രം കറങ്ങി വരുമ്പോ പൂട്ടിപ്പെട്ടു. ഇനി അത് തുറന്നു തരുന്ന ആരാ? പരമാത്മ. പക്ഷെ അതാ കറക്റ്റ് ഓർമ്മയുടെ
സാന്നിധ്യത്തിൽ തുറന്നിരുന്നതാണ്. അത് ശ്രീമുഖത്തിന്റെ ആധാരത്തിൽ തുറന്നിരുന്നു. അപ്പൊ എനിക്ക് എത്ര സമയം വേണം എൻ്റെ ഓർമ്മ, എൻ്റെ ബുദ്ധി കറക്റ്റായിട്ട് മുഴുവൻ തുറന്നു കിട്ടാൻ അത്രയും സമയം എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഈ എപ്പിസോഡ് കംപ്ലീറ്റ് ആക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ശരീരം വിട്ടാൽ വിടൂലടൂ. അങ്ങനെ ഇങ്ങനെയൊന്നും വിടൂല. പറയാനുള്ളത് പറഞ്ഞിട്ടും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചിട്ടും ഒക്കെ തന്നെ പോവുള്ളൂ. കാരണം സൃഷ്ടി, സ്ഥിതി, സംഹാരം ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത് ആര്? മൂപ്പർക്കൊരു തീരുമാനം ഉണ്ടല്ലോ, കൽപ്പകൽപ്പം എങ്ങനെയാണോ തീരുമാനിച്ചത് അങ്ങനെ നടക്കട്ടെ, അങ്ങനെ നടക്കട്ടെ. കുറെ പറയാനുണ്ട്. 108ാമത്തെ എപ്പിസോഡല്ലേ, ഈ വേറെ സ്ഥലത്ത് പോയിരുന്നിട്ട് കുറച്ചും കൂടെ ആലോചിച്ചിട്ട് പറയാം. തിരുനാവായ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 108 ക്ഷേത്രത്തിലൊന്നും പോകണില്ല. അപ്പൊ ഞാൻ 3 ക്ഷേത്രമായില്ലേ. ഒരു ക്ഷേത്രം ബ്രഹ്മാവിന്റെ ക്ഷേത്രം കാണിച്ചു, പിന്നെ ശങ്കരന്റെ ക്ഷേത്രം കാണിച്ചു, വിഷ്ണുവിന്റെ ക്ഷേത്രം കാണിച്ചു. അപ്പൊ ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിരുന്നു വരും. പിന്നെ അവിടെ ഞാൻ മണപ്പുറത്ത് ഇരുന്നിട്ട് കുറേ വീഡിയോ എടുത്തിരുന്നു. അതിന്റെ ശബ്ദം കറക്റ്റായിട്ട് റെക്കോർഡായില്ല. പിന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാലും ഉള്ളത് വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി തരാം. അപ്പൊ നമ്മുടെ 1-1-1 തുടങ്ങി 5000 വർഷം, വീണ്ടും വീണ്ടും 1-1 തുടങ്ങി വീണ്ടും വീണ്ടും 5000 വർഷം. എല്ലാ കാലത്തും സഹിക്കണം എന്നെ, അതുപോലെ നിങ്ങളെ ഞാനും സഹിക്കണം. വെള്ളത്തിൽ മുങ്ങി ഈറിനോടെ കയറി വരണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അത്രയ്ക്ക് റിസ്ക് എടുക്കുന്നില്ല. തിരുനാവായ ക്ഷേത്രത്തിലെ പടികൾ കയറി വരുന്ന ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും വീണ്ടും പറയാൻ 108ാമത്തെ എപ്പിസോഡാണ്. 108ാമത്തെ എപ്പിസോഡായതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുഴുവൻ കുരുത്തക്കേടും ചെയ്യുന്നത്. 1250 വർഷം വീതമുള്ള 4 യുഗങ്ങൾ, അങ്ങനത്തെ 5000 വർഷത്തെ ഒരു കൽപ്പം. അതിൻ്റെ കാര്യങ്ങൾ കുറെ പറയാണ്ട്. 84 ജന്മം, 700-800 കോടി ആത്മാക്കൾ, എല്ലാവരുടെയും കഥയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ 108ന്റെ ഒക്കെ പറയാം. 108ന്റെ കഥ ശരിക്കും പറയാം. ആരൊക്കെ ഉണ്ടാവും 108ല്? ബ്രഹ്മാവുണ്ട്, വിഷ്ണുണ്ട്, ശങ്കരനുണ്ട്, പാർവതി ഉണ്ടാവും, സരസ്വതി ഉണ്ടാവും, ഗണപതി ഉണ്ടാവും, സുബ്രഹ്മണ്യം ഉണ്ടാവും, അയ്യപ്പ ഉണ്ടാവും, ഭദ്രകാളി, പിന്നെ അങ്ങനെയുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ അതിലുണ്ടാവും. അതായത് നമ്മൾ ഭഗവത്ഗീതയിലും അതുപോലെ മഹാഭാരതത്തിലും ശിവപുരാണത്തിലും അങ്ങനെയുള്ള കഥകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഏറ്റവും മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള 108 പേര് അതെന്തായാലും ഉണ്ടാവും. ആ 108ലുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാരായി. ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം, സമയമുണ്ടല്ലോ. 108ാമത്തെ ആണല്ലോ എപ്പിസോഡ്. അപ്പൊ തിരുനാവായ ക്ഷേത്രത്തിൽ ഇവിടെ വന്നപ്പോ പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ആരെയും ഫോട്ടോ എടുത്തു? ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല, ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നു. അതിനിപ്പോ എന്താ പ്രശ്നം തന്നെയാണ്. ഫോട്ടോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു, വീഡിയോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അതൊക്കെ പ്രത്യേകിച്ച് അപ്രൂവലും അതിൻ്റെതായ ഫുൾ റൂൾസും കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കുന്നു. പിന്നെ ബാക്കി കഥ ഇപ്പോൾ അവിടെ നിരോധിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ ബാക്കി എടുക്കുന്നില്ല. തിരുനാവായയിലൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ സന്ദർശിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളാണ്. താമരക്കായൽ, തിപ്രങ്ങോട്, മണിക്കിണർ, മരുന്നറ, നിലപാട് തറ, പുഴക്കാമണ്ഡപം, ബന്ദർകടവ്, മെൻഹിൻ, ചങ്ങമ്പള്ളി കളരി, CSI ചർച്ച്, മേൽപ്പത്തൂർ സ്മാരക മന്ദിരം, ചന്ദനക്കാവ്, അയലങ്കോട്, പട്ടാണി, മുഷീദ് മഖാം.
ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, സ്മാരകങ്ങൾ സന്ദർശിക്കാം കേട്ടോ. നല്ല ഐതിഹ്യങ്ങളും ചരിത്രങ്ങളൊക്കെ ഉള്ളതാണ്. നന്നായിട്ട് വികസനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഡ്രാമ എന്താണ് നമുക്കായി കാത്തിരിക്കുന്നതെന്ന് കണ്ടറിയാം. അമ്പലത്തിൻ്റെ തിരുനാവായ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലത്തിൻ്റെതായ രീതിയിലുള്ള അമ്പലത്തിൻ്റെ ദേവസ്വത്തിൻ്റെ വക ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പർ വരുന്നത് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നോർമലി ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നവർക്ക് തൊട്ടടുത്ത് റൂം എടുക്കാം. 500 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. 500, 1000, 1500, 1700, 2000 വരെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും 500 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ. നല്ല ഇതല്ലേ, ഒരു ഫെസിലിറ്റി അല്ലേ. പിന്നെ ബാത്റൂം പൈസ ഒന്നും വേണ്ട ഈ പുറത്തുള്ളവർക്ക്. കാരണം എന്താ, നല്ലൊരു വരുമാനം ഇതിൻ്റെ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കും. നേരെ മറിച്ച് മമ്മിയൊരു ബാത്റൂമിന് പൈസ വേണം. പിന്നെ ഇപ്പം നമ്മൾ പൊതുവെ ബസ് സ്റ്റാൻഡിലാണെങ്കിലും അവിടെ ആണെങ്കിലൊക്കെ വരുമാനം കിട്ടുന്നത്, കുറേ വരുമാനം പല വകുപ്പിലുണ്ടെങ്കിലും ബാത്റൂമിന് പൈസ ചെയ്ത് തുടങ്ങി. നല്ല പൈസ ഇവിടെ പിന്നെ ഫ്രീ ആണ്. ഗുരുവായൂർ ഇപ്പോൾ ഫ്രീ ആണ് ബാത്റൂമിൻ്റെ. പക്ഷെ ഗുരുവായൂർ ബാക്കി എല്ലാ വിധത്തിലും കോടികൾ വരുമാനം ഉണ്ടല്ലോ, അതുകൊണ്ടാ. പിന്നെ പുറങ്ങോട് അമ്പലത്തിൽ ബാത്റൂം ഫ്രീ ആണ്. തെക്കണ്ടൂർ അമ്പലത്തിൽ ബാത്റൂം ഫ്രീ ആണെന്ന് വെച്ചാൽ ആണ്. ബാത്റൂം അവിടെ ഉണ്ട്, പുറത്തുണ്ട്. അപ്പോൾ ജനങ്ങൾ അമ്പലങ്ങളിലേക്ക് വരുമ്പോൾ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുവിധം ദിവസം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഥ അതല്ലല്ലോ, ഇത് സാധാരണക്കാർക്ക്. നമ്മൾ 108ൻ്റെ കഥയിലാണ് പറയുന്നത്. 108ൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ദേവതകളുടെ കഥയാണ്. അപ്പം ഇങ്ങനെ ആലോചിച്ചു, പല സ്ഥലങ്ങളിലും വിഷ്ണു ക്ഷേത്രം ഉണ്ടല്ലോ. അപ്പോൾ കൃഷ്ണനും രാധയാണ്, വിഷ്ണുവായിട്ട് സത്യത്തിലെ ലക്ഷ്മി നാരായണൻ എന്ന ആ ഒരു സത്യം നമുക്ക് ദ്വാപരയുഗത്തിൽ വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ പറയുന്നുണ്ട്, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് നമുക്ക് ആ സമയത്തൊന്നും വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ബാബ വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് വെളിപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള ദേവതകളുടെ കഥകൾ, അതായത് ലക്ഷ്മി നാരായണൻ്റെ ഒഴികെ ബാക്കി ഒരുവിധം കഥകളും നമ്മൾ കുറച്ചും കൂടെ സാർവത്രികമായിട്ട് പല പല പുസ്തകങ്ങളിലുണ്ട്. കൃഷ്ണൻ്റെയും രാധയുടെയും അതുപോലെ സിംഗിൾ ആയിട്ടുള്ള പല കഥകളും പറയുന്നുണ്ട്. ഇതൊന്നിച്ചിട്ടുള്ള കഥകളാണ് കൂടുതലും ഇല്ലാത്തത്. അപ്പോൾ 108ാമത്തെ എപ്പിസോഡാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 108 എടുത്ത് പറയുന്നത്. 108ൽ എന്തൊക്കെ പറയാണ്ട്, ത്രിമൂർത്തികളുടെ അഷ്ടരത്നങ്ങളുടെ 108 അത്ര തന്നെ പറയാനുള്ളത്. അതിപ്പോൾ ആയിട്ടില്ലട്ടാ. എനിക്ക് പോലും കൃത്യമായിട്ട് റിവീൽ ആയിട്ടില്ല. നമ്മൾ മേലേക്ക് തലക്ക് പോയി കഴിഞ്ഞാൽ അവർക്കും കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എത്ര ആരൊക്കെയാണ് 108 വരിക എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല. അവർ പുസ്തകങ്ങളൊക്കെ കുറേ ഒളിപ്പിച്ചും അടക്കിച്ചും വെച്ച്. അതുകൊണ്ട് എന്താ വെച്ചാൽ ബുദ്ധി അതേപോലെ പൂട്ടപ്പെടും. ബുദ്ധി തുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തുറക്കണം. നമ്മുടെ ഉള്ളിൽ വരുന്ന ജ്ഞാനം നന്നായിട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയും തുറന്നു തരും. പിന്നെ മായ ഭയങ്കരമാണ്. മായയാണ് പൂട്ടുന്നത്. എല്ലാവരിലും വികാരങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു വിധത്തിൽ, അല്ലെങ്കിൽ രണ്ട്, പല വിധത്തിലായിട്ട് വികാരങ്ങളുണ്ട്. വികാരങ്ങളെ കുട്ടികൾ ചിലർ വികാരങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. 5 വികാരങ്ങളൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ അതിൻ്റെ കുട്ടികളും പേരെ കുട്ടികളുണ്ടല്ലോ, അതുണ്ട്. അതും ഡേഞ്ചറാണ്. ഒക്കെ പോണം. എല്ലാം പോയി തീർന്ന് പതുക്കെ ആവും. ഞാനും ആവും, ബാക്കിയുള്ളവരും ആവും, എല്ലാവരും ആവും. സമയമുണ്ടല്ലോ, കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. നമ്മുടെ പഴയ ഭാരതത്തെ വീണ്ടും പുതിയ ഭാരതമാക്കി തീർക്കണം. എവിടെ എങ്ങനെ തുടങ്ങണം എന്നതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ പറയുള്ളൂ. പക്ഷെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്, പ്രാക്ടിക്കൽ ഒരുപാട് കാര്യം. അതങ്ങനെ ചെയ്ത് അതിലും ഇപ്പോൾ
എന്താ പറയുക, ചെയ്യുമ്പോഴും അതിലെന്തെങ്കിലും ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ വീണ്ടും ക്ലാരിഫൈ ചെയ്ത് വീണ്ടും ചെയ്ത് അങ്ങനെ ക്ലിയർ ആക്കി. അപ്പൊ ഏറെക്കുറെ 108ന്റെ കാര്യങ്ങള് 108ാമത്തെ എപ്പിസോഡ് കുറെയൊക്കെ ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. ട്രിപ്പിൾ ഓം ശാന്തി.